ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നതാണ് ദുബായിൽ വന്നിട്ട് ആർക്കെങ്കിലും ലൈസൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ദുബായിൽ വന്നിട്ട് ഫോർ വീലർ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ലൈസൻസ് എടുക്കുന്നത്. ഒത്തിരി കടമ്പകൾ കടക്കണം. പക്ഷേ അതിൽ ദുബായിലെ റൂൾസ്, അതായത് RTA റോഡ് നിയമങ്ങൾ, റോഡ് ട്രാൻസ്പോർട്ട് നിയമങ്ങൾ ആദ്യം നിങ്ങളൊന്ന് വിലയിരുത്തുക. അതെങ്ങനെ നമ്മുടെ നാടുമായിട്ട് നോക്കുമ്പം ഒത്തിരി ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ. നാട്ടിലെ ലൈസൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ റൈറ്റ് സൈഡാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ഡ്രൈവിങ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു വേരിയേഷനാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടാവണം. അതേപോലെ തന്നെ റൈറ്റിലല്ല നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആ ഒരു തപ്പൽ വരും. കാരണം ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പം പെട്ടെന്ന് നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിനാൽ ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിത് മൈൻഡിൽ വെക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. മനസ്സിലുണ്ടായതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വന്ന് ആദ്യം പോയി മോക്ക് ടെസ്റ്റാണ്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50ൽ 45 മാർക്ക് വേണം. അത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോണിൽ തന്നെ. അതിൽ എനിക്കൊന്ന് അറൗണ്ട് ഒരു 200 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റൊട്ടേഷനായിട്ട് വരും. നമ്മൾ ആദ്യം 50 അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ നമ്മളത് ഒരു 20 പ്രാവശ്യമൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല മൈൻഡോടെ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കിത് കിട്ടാനേ ഉള്ളൂ. 20 പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു 50 ക്വസ്റ്റ്യൻ വരുന്നത് ഒരു അരമണിക്കൂറാണ്. അത് നമുക്ക് ചെയ്യാനുള്ളൊരു വീഡിയോസേ ഉള്ളൂ.